ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന ഒല്ലൂരിന്റെ സ്വപ്ന പദ്ധതി പൂർത്തീകരിക്കാൻ മന്ത്രി കെ രാജന് സാധിക്കുന്നില്ല എന്ന് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്. 12 വർഷം കഴിഞ്ഞിട്ടും പുത്തൂർ സുവോളജിക്കൽ പാർക്ക് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. സ്പെഷ്യൽ ഓഫീസറായി ചുമതലയേറ്റ ആൾ ആനുകൂല്യങ്ങൾ പറ്റുന്നതല്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നും അതിന് തെളിവാണ് സുവോളജിക്കൽ പാർക്കിലെ മൃഗങ്ങൾ ചത്തുപോകാൻ കാരണമെന്നും അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് പറയുന്നു. തൃശൂർ മൃഗശാലയിൽ നിന്നും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മൃഗങ്ങളെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ രീതിയിൽ നടപടികൾ കൈക്കൊള്ളാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. സംരക്ഷിത മേഖലയായ സുവോളജിക്കൽ പാർക്കിൽ നവകേരള സദസ്സ് സംഘടിപ്പിക്കാൻ കാണിച്ച ആർജവം മന്ത്രി കെ രാജൻ സുവോളജിക്കൽ പാർക്ക് പൂർത്തീകരിക്കാനുള്ള നടപടികൾ കാണിക്കണമെന്നും അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞു. ഇത് പുത്തൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ പ്രധാനപ്പെട്ട കവാടമാണ്. 2012 ഉമ്മൻചാണ്ടിയാണ് ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് വിഭാവനം ചെയ്തത്. ഇത് 320 ഏക്കർ സ്ഥലമാണ്. ഇത് സംരക്ഷിത വനഭൂമിയാണ്. ഇത് ഫോറസ്റ്റിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി വെച്ചൊരു ആശയം, ഇത് ഫോറസ്റ്റ് തന്നെ ഈ സുവോളജിക്കൽ പാർക്ക് നടത്തട്ടെ എന്ന് പറഞ്ഞിട്ടാണ് 2012 ഇത് ആരംഭം കുറിച്ചത്. അപ്പോൾ 5 വർഷം കൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിക്കണമെന്നാണ് അന്ന് വിഭാവനം ചെയ്തത്. അതിന് ഫണ്ട് അലോട്ട് ചെയ്തു. ഇപ്പോൾ 2012 കഴിഞ്ഞിട്ട് ഇപ്പോൾ 2024 വന്ന് നിൽക്കുകയാണ്. 12 വർഷം കഴിഞ്ഞിട്ടും ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. സെൻട്രൽ PWD ആണ് ഇതിൻ്റെ വർക്കുകൾ നടത്തിയിരുന്നത്. ആ വർക്കുകൾ ഇവിടെ ഇട്ടുപോയി. ഇതിനു വേണ്ടി ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ചിട്ടുണ്ട്, വർഗീസ് എന്ന് പറഞ്ഞൊരു വ്യക്തി. അദ്ദേഹം തിരുവനന്തപുരത്താണ് ഇരിക്കുന്നത്. അദ്ദേഹം പഴയ CCF ആയിരുന്നു, റിട്ടയർഡ് CCF ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ആനുകൂല്യം കിട്ടുന്നു. ഈ സ്പെഷ്യൽ ഓഫീസർ എന്ന നിലയിൽ അതിൻ്റെ ആനുകൂല്യം കിട്ടുന്നു. എന്നിട്ട് പോലും ഒരു സ്പെഷ്യൽ ഓഫീസർ ഉണ്ടായിട്ട് പോലും ഇത് ഉത്തരവാദിത്തപരമായി ഇത് കൃത്യസമയത്ത് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. ഇത് ആദ്യ കൊല്ലം ഇതിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കിട്ടുന്ന ഇവരുടെ വരുമാനം 19 കോടിയാണ്. ഇത് രണ്ടാമത്തെ കൊല്ലം 27 കോടി രൂപ ലാഭമുണ്ട്. മൂന്നാമത്തെ കൊല്ലം 33 കോടി രൂപയും 4ാമത്തെ കൊല്ലം 61 കോടി രൂപയും പിന്നത്തെ കൊല്ലം 5ാമത്തെ കൊല്ലം 71 കോടി രൂപയാണ് വിഭാവനം ചെയ്തത്. ഈ പദ്ധതി അടിയന്തരമായി നടപ്പിലാക്കേണ്ടതാണ്. സെൻട്രൽ സൂ അതോറിറ്റി 2 വർഷത്തേക്ക് താൽക്കാലിക പെർമിറ്റ് കൊടുത്തു. തൃശ്ശൂരിലെ മൃഗശാല, ശോചനീയ അവസ്ഥയുള്ള മൃഗശാലയിൽ നിന്ന് മൃഗങ്ങളെ മാറ്റാൻ വേണ്ടി താൽക്കാലിക പെർമിറ്റ് കൊടുത്തു. അത് ഈ മെയ്യിൽ അവസാനിച്ചു. അത് നീട്ടിക്കിട്ടാൻ അപേക്ഷ കൊടുത്തു. സെപ്റ്റംബർ വരെ നീട്ടിക്കിട്ടി. ആ താൽക്കാലിക പെർമിറ്റിൽ പറഞ്ഞ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അത് ഇതുവരെ ഫുൾഫിൽ ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, 160 ദിവസം കൊണ്ട് തൃശ്ശൂർ മൃഗശാലയിൽ നിന്ന് മൃഗങ്ങളെ മാറ്റാൻ പറഞ്ഞു. പണി തീർന്ന കൂടുതലിലേക്ക് മാറ്റാൻ പറഞ്ഞു. മാറ്റാൻ സാധിച്ചിട്ടില്ല. ഇത്രയും സംരക്ഷിത വനഭൂമിയായ ഈ സ്ഥലത്ത് ഇവിടുത്തെ പണികൾ പൂർത്തീകരിച്ച് മൃഗങ്ങളെ മാറ്റേണ്ട സമയത്താണ് ഇവിടുത്തെ റവന്യൂ മിനിസ്റ്റർ കെ രാജൻ മുൻകൈ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നവകേരള സദസ്സ് നടത്താൻ പോയത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇത് സംരക്ഷിത വനഭൂമിയിൽ ഇവിടുത്തെ പണികൾ നിർത്തിവെച്ച് മൃഗങ്ങളെ മാറ്റൽ നിർത്തിവെച്ച് നവകേരള സദസ്സിന് ഷെഡ് കെട്ടിയപ്പോഴാണ് കേരള ഹൈക്കോടതിയിൽ ഹർജി കൊടുത്ത് കേരള ഹൈക്കോടതി ഇടപെട്ട് സംരക്ഷിത വനഭൂമിയിൽ നവകേരള സദസ്സ് പണിയരുത്, ഷെഡ് പണിയരുത്, പണിത് പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞിട്ടാണ് ഇത് കേരള സർവകലാശാലയ്ക്ക് മാറ്റിയത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ ഒല്ലൂരിലെ MLAയും റവന്യൂ വകുപ്പ് മന്ത്രിയായ രാജനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത് ഒല്ലൂർക്കാരുടെ സ്വപ്ന പദ്ധതിയാണ്. ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടും. ഒരുപാട് വിനോദപരമായും ഇതൊരു വലിയ ഒരു ഡെസ്റ്റിനേഷനായി മാറുന്ന ഈ പദ്ധതി ഇനിയും വൈകിക്കാതെ നവകേരള സദസ്സിന് ഷെഡ് കെട്ടാനെടുത്ത താല്പര്യമെങ്കിലും ഈ സുവോളജിക്കൽ പാർക്ക് പൂർത്തീകരിക്കാൻ മുൻകൈ എടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി പൂർത്തീകരിക്കണം. ഇതിൻ്റെ ആരാണ് ഇതിൽ അനാസ്ഥ കാണിക്കുന്ന ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണം. ഇവിടെ മൃഗങ്ങൾ ഇവിടെ ചത്തു എന്ന് പറയുന്നു. ആ മൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കണം. പിന്നെ അത് തന്നെയല്ല, ഇവിടുത്തെ സ്പെഷ്യൽ ഓഫീസറോട് ഇതിന് വിശദീകരണം ചോദിക്കണം. എന്തുകൊണ്ട് ഈ പണി നടക്കുന്നില്ല, ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നതിനെ സംബന്ധിച്ച് അടിയന്തരമായി ഇടപെടൽ നടത്തണം.